ചില സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പം നമ്മുടെ ബോഡിയുടെ നെർവ്സിന് സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടും. സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പോൾ മാത്രമല്ല ഈ ഡിപ്രഷൻ, വിഷാദ രോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലെ ഈ ഞരമ്പുകൾ ഭയങ്കര സെൻസിറ്റീവ് ആവും. അതിനെ നമ്മൾ ഈ ഫൈബ്രോമയാൽജിയ എന്നാണ് ഈ പറയുന്നത്. അത് കൂടുതൽ തന്നെ ഒരു 90% ലേഡീസിലാണ് കാണുന്നത്, ഒരു 10% മെയിൽസിലും കാണാം. അതായത് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശരീരവേദനയാണ്. അവർ തലവേദന, മൈഗ്രെയിൻ പോലെ തലവേദന, കഴുത്ത് വേദന, ഷോൾഡർ വേദന, നടുവേദന, എല്ലായിടത്തും, പിന്നെ എപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ്, അങ്ങനെ എപ്പോഴും അവർക്കൊരു വേദനയാണ്. അവരെല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കും, പല പല അസുഖങ്ങളെ അതിന് മിമിക് ചെയ്യും. കാരണം ഈ ഫൈബ്രോമയാൽജി എന്ന് വെച്ചാൽ ഒരു വളരെ ഗ്രേറ്റ് മിമിക്കറാണ്. നമുക്കത് പലരും പറയാം, അത് മൈഗ്രെയിൻ അത് പറയും. ഒരു റുമറ്റോളജിസ്റ്റ് അടുത്ത് പോയാൽ ആർത്രൈറ്റിസ് ആണെന്ന് തോന്നും, ചില ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് പോയാൽ ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് തോന്നും, ഒരു സ്പൈൻ സർജറി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പൈൻ ഡീജനറേഷൻ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നും. അങ്ങനെ പല രീതിയിലുള്ള ഗ്രേറ്റ് മിമിക്കറാണ്. ബേസിക്കലി റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോഡിയുടെ സ്ട്രെസ് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സ്ട്രെസ് ഹോർമോൺസ് കൂടി അങ്ങനെ ഞരമ്പ് ഓവർ ആക്റ്റീവ് ആവുന്നതിൻ്റെ ഒരു സിറ്റുവേഷനാണ്.